കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ വ്യക്തി വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ചോർത്തിയെന്ന അതീവ ഗുരുതരമായ ആരോപണവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നു. ഭരണയന്ത്രത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടന്ന ഈ നീക്കം ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതാണെന്നും സ്വകാര്യതയിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് സേവന വിവരങ്ങളും കൈകാര്യം ചെയ്യുന്ന അതീവ സുരക്ഷയുള്ള പ്ലാറ്റ്ഫോമാണ് സ്പാർക്ക്. ഈ സംവിധാനത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച കത്താണ് ഇപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി സേവനമനുഷ്ഠിക്കുന്ന സാംബശിവ റാവുവാണ് ഈ വിവരങ്ങൾ തേടി സ്പാർക്കിന് ഔദ്യോഗികമായി കത്തയച്ചത്. സാധാരണഗതിയിൽ ഭരണപരമായ ആവശ്യങ്ങൾക്കല്ലാതെ ജീവനക്കാരുടെ ഫോൺ നമ്പറുകൾ, വിലാസം, ജോലി സംബന്ധമായ പ്രത്യേക വിവരങ്ങൾ എന്നിവ കൈമാറാൻ നിയമപരമായ തടസ്സങ്ങളുണ്ട്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഡാറ്റ ആവശ്യപ്പെട്ടതെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച രേഖകൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടുകയും ചെയ്തു. അതിസങ്കീർണമായ രീതിയിലാണ് ഈ വിവരശേഖരണം നടന്നതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്കായി വികസിപ്പിച്ച കെ സ്മാർട്ട് സംവിധാനം ഉപയോഗപ്പെടുത്തി വിവരങ്ങൾ ക്രോഡീകരിക്കാൻ നിർദ്ദേശം നൽകി. അതോടൊപ്പം എല്ലാ വകുപ്പുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് അവ വിശകലനം ചെയ്യാൻ എളുപ്പമുള്ള രീതിയിൽ എക്സൽ ഷീറ്റുകളാക്കി മാറ്റാനാണ് ആവശ്യപ്പെട്ടത്. ഈ ഡേറ്റ PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറാനായിരുന്നു നിർദ്ദേശം. സർക്കാരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഈ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനാണ് നീക്കമെന്നും ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രസക്തമായത് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. 2026 ഫെബ്രുവരി മാസത്തിന് മുമ്പായി ഈ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് കത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഈ വിവരശേഖരണം നടക്കുന്നത്. ഓരോ മണ്ഡലത്തിലുമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം, അവരുടെ രാഷ്ട്രീയ ചായ്വ് മനസ്സിലാക്കാനുള്ള പശ്ചാത്തലം, അവരെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ എന്നിവ കൈവശപ്പെടുത്തുന്നതിലൂടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവിഹിതമായി സ്വാധീനിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഈ ഡേറ്റ ഉപയോഗിക്കപ്പെടുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. പുട്ടുസ്വാമി കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചരിത്രപരമായ വിധി പ്രകാരം സ്വകാര്യത ഒരു മൗലികാവകാശമാണ്. ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ വ്യക്തിവിവരങ്ങൾ ശേഖരിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനോ ഭരണകൂടത്തിന് അധികാരമില്ല. എന്നാൽ ഇവിടെ ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ അനുമതിയില്ലാതെ അവരുടെ ഡാറ്റ ചോർത്തിക്കൊണ്ട് സർക്കാർ ഭരണഘടന വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. മുമ്പ് സ്പ്രിംഗ്ലർ വിവാദത്തിലും സമാനമായ രീതിയിൽ ഡാറ്റാ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിരുന്നു. അന്ന് വിദേശ കമ്പനിക്കാണ് വിവരങ്ങൾ നൽകിയതെങ്കിൽ ഇന്ന് ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ലാഭത്തിനായി സർക്കാർ സംവിധാനങ്ങളെ തന്നെ ചാരവൃത്തിക്കായി ഉപയോഗിക്കുന്നു എന്നതാണ് വ്യത്യാസം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള അറിവോടെയാണ് ഈ നീക്കങ്ങൾ നടന്നതെന്നാണ് ചെന്നിത്തല ഉറപ്പിച്ചു പറയുന്നത്. മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ ഓഫീസിലിരിക്കുന്ന ഒരു OST ഇത്തരത്തിൽ ഒരു കത്ത് അയക്കില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. സാംബശിവ റാവുവിനെ മുൻനിർത്തി മുഖ്യമന്ത്രി തന്നെ നടത്തുന്ന ഒരു ഓപ്പറേഷനാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഈ ഡാറ്റ കൈമാറ്റത്തിൽ ആശങ്കാകുലരാണ്. ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഡാറ്റ പൊതുമധ്യത്തിലേക്കോ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കോ എത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കേവലം ഒരു വാർത്താ സമ്മേളനത്തിൽ ഒതുക്കാതെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും അവർ ആലോചിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സിവിൽ സർവീസ് മേഖലയെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമാണിതെന്നും ജീവനക്കാരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഈ നടപടി പിൻവലിക്കണമെന്നുമാണ് ആവശ്യം. സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഡാറ്റ എന്നത് ഏറ്റവും മൂല്യമുള്ള ആസ്തിയാണ്. അത് സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള സർക്കാർ തന്നെ വേലിചാടി മോഷണം നടത്തുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. രമേശ് ചെന്നിത്തല ഉന്നയിച്ച കത്തും മറ്റ് തെളിവുകളും ഗൗരവകരമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്വതന്ത്രമായ ഒരു ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമായിരിക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി മാറുമെന്നതിൽ സംശയമില്ല.